അങ്ങനെ നമ്മുടെ ദേവി ഒരുപാട് പ്രാവശ്യം മീനുവിനെ വിളിക്കുന്നുണ്ട്. മീനുവിനാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റണില്ല നമ്മുടെ മുന്നിൽ നിന്ന്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മീനു ഫോൺ എടുക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ദേവി പറഞ്ഞിട്ട് ഞാൻ നിന്നെ കുറേ പ്രാവശ്യമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തേ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ദേവി എടുത്തിയോട് നമ്മുടെ മീനു സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മുടെ ധർമ്മം കട തുറന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ദേവി പറയേണ്ടത് അതിന് ധർമ്മ മാമൻ കട തുറന്നത് നല്ലതല്ലേ, അമ്മയ്ക്കല്ലേ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ധർമ്മ മാമ ഒറ്റയ്ക്ക് കാലിൽ നിൽക്കണം, അതൊക്കെ നല്ലതാണ്, പക്ഷെ കട തുറന്നത് നമ്മുടെ അച്ഛൻ്റെ കടയുടെ അവിടെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും ദേവി ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് കിച്ചണിൽ പോയി ഓരോന്ന് ചെയ്യണ സമയത്ത് നമ്മുടെ ദേവിക്ക് ആകെ മനസ്സൊക്കെ താളം തെറ്റിയിട്ട് പാത്രങ്ങളൊക്കെ താഴെ വീഴുന്നുണ്ട്. നമ്മുടെ ദേവിയുടെ അമ്മ ഓടി വരുന്നുണ്ട്, എന്താ ശബ്ദം കേട്ടിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവി വല്ലാതെ വിഷമിച്ചിട്ട് ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുക്കേണ്ട അവളുടെ അമ്മോട്. പിന്നെ കാണിക്കണം നമ്മുടെ ഗോമതിക്ക് വല്ലാതെ ദേഷ്യം സഹിക്കാൻ പറ്റാത്ത അവളെ വീട്ടുകാരോട് പറയുന്നുണ്ട്, കൃഷ്ണമംഗലക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അനിയനെ വെച്ചിട്ട് ബാലേട്ടനെതിരെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനെ ബാലേട്ടനെ എതിരെ തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഞങ്ങളുടെ ഗോമതി സ്റ്റോർ നിങ്ങളെ കൊണ്ട് ഒരിക്കലും തകർക്കാൻ പറ്റില്ല, ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗോമതി വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.